ഹായ്, എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എടുക്കാൻ ഇത്തിരി വൈകിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഞാനും ഇന്ന് ആദ്യമായിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്രൗണിയാണ്. നമുക്ക് ഞാൻ ചെയ്തത് ഫ്ലോപ്പ് ആയാലും കാണിക്കാൻ തന്നെ വിചാരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ ബ്രൗണി ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്ന് സെർച്ച് ചെയ്ത് എനിക്ക് പറ്റുന്ന പോലെ മുട്ടയില്ലാണ്ടൊക്കെ ചെയ്യുമെന്ന് കുറച്ച് പേര് ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഇന്ന് മുട്ട ഇല്ലാത്ത എഗ്ലെസ് ആയിട്ടുള്ള ബ്രൗണിയാണ് ചെയ്യുന്നത് കേട്ടോ. വിസ്കും ബീറ്റർ വേണ്ട, അതുപോലെ ഓവനും വേണ്ട. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ആയി കിട്ടും. കുക്ക് ചെയ്യാൻ മാത്രം അതിൻ്റെ വേവ് പാകാവാൻ മാത്രമാണ് കുറച്ച് സമയം എടുക്കുക. അല്ലാത്തതിനൊക്കെ അധികം നേരമൊന്നും വേണ്ട. അപ്പോൾ നമുക്കിന്ന് ബ്രൗണിയുടെ റെസിപ്പി കാണാം. നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തത് കമൻറ്റിലൂടെ ചോദിച്ചോളൂ. എനിക്കറിയുമെങ്കിൽ ഞാൻ റീപ്ലൈ തരാം കേട്ടോ. എല്ലാം അറിയാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കറിയാവുന്നത് ആണെങ്കിൽ ഞാൻ റീപ്ലൈ തരാം. അപ്പോൾ നമുക്കിന്ന് ഒരുമിച്ച് ബ്രൗണി ഉണ്ടാക്കാൻ നോക്കാം. എങ്ങനെയുണ്ടാവും അറിയില്ല, എന്നാലും ട്രൈ ചെയ്യാം. നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേക്കിൻ്റെ ട്രേ ബട്ടർ പേപ്പർ എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഓയിൽ കേട്ടോ, സൺഫ്ലവർ ഓയിൽ തടവി വെച്ചിട്ടുണ്ട്. സൈഡിൽ വെക്കണില്ല, ഇവിടെ സെൻറ്ററിൽ മാത്രമേ ഓയിലാക്കിയിട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് 7 ഇഞ്ചിൻ്റെ മോൾഡാണ്. ഒരു വല്ലാതെ നമ്മൾ പരന്നതെടുത്ത് കഴിഞ്ഞാൽ തീരെ ഹൈറ്റ് വരില്ല. അപ്പോൾ 7 എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 7 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലുണ്ടാക്കി കഴിയുമ്പോൾ എങ്ങനെയുണ്ടാകും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇത് ബട്ടർ പേപ്പർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അത് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് അത് നിറച്ചെണ്ണി എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രാം പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ ഈ ഗ്രാം മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവുമല്ലോ, ചിലപ്പോൾ കപ്പ് ഉണ്ടാവുള്ളൂ, ഗ്രാം മെഷർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് ഞാൻ 250 ml കപ്പിൽ എടുത്തത് കേട്ടോ. അത് നിറച്ചെണ്ണി എടുത്തിട്ടുണ്ട്. ഗ്രാം പറയുകയാണെങ്കിൽ 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് അതൊന്ന് ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്യണം. ആ മെൽറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ 100 ഗ്രാം ബട്ടർ, ഇത് സോൾട്ടഡ് ബട്ടറാണ്. ഇത് 100 ഗ്രാം ഇങ്ങനെ നമുക്കിങ്ങനെ ചെറിയ ബോക്സ് വാങ്ങിക്കാൻ കിട്ടും. അതിൽ 100 ഗ്രാം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു പ്രത്യേകിച്ച് അളവെടുക്കേണ്ട കാര്യം വരുന്നില്ല. ഇത് അങ്ങനെ തന്നെ നമുക്ക് അതിൽ ആഡ് ചെയ്യാനുള്ളത് ഒന്ന് സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഡബിൾ ബോയിൽ ഇതുവരെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത്തിരി അടികട്ടിയുള്ള പാത്രമൊക്കെ എടുത്തോളൂ കേട്ടോ. അത് ഞാൻ ചെയ്യുമ്പോൾ പറയാം. എനിക്ക് ആദ്യം പറ്റിയിട്ടുള്ള അബദ്ധം പറയാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇത് അളവ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മിൽക്ക് കോമ്പൗണ്ട് അല്ല, ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. 150 ഗ്രാം കപ്പിൽ പറയുകയാണെങ്കിൽ 250 ml കപ്പിൽ 1 കപ്പ് നിറച്ച് കേട്ടോ. കണ്ടോ, നിറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് ഒരു പകുതി മുക്കാൽ ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട്. അത് നന്നായി തിളയ്ക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ വേറൊരു പാത്രം, വെള്ളത്തിൽ അങ്ങനെ മുട്ടണമെന്നില്ല, മുട്ടാണ്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം അടിയിലത്തെ ആ ഒരു ആവിമ ഇത് മെൽറ്റായി, ഈ പാത്രം ചൂടായിട്ട് അങ്ങനെ മെൽറ്റായിക്കോളൂ കേട്ടോ. ഡബിൾ ബോയിലിംഗ് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അത് അവരവർക്ക് സ്യൂട്ടാവണ പാത്രം നോക്കി സെലക്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളിത് വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ഈ പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ട്. ഇട്ട വഴുകി കയ്യിലിട്ടിട്ട് നമ്മൾ ഇളക്കരുത് കേട്ടോ. അതൊരു 2 മിനിറ്റ് നേരം ഒന്ന് മെൽറ്റ് ആവട്ടെ. ഇത് കാണുന്നത് ഇരിക്കുന്നു. ഒരു 2 മിനിറ്റ് നേരം അതിലൊന്ന് കിടക്കുമ്പോൾ ആ ചൂട് തട്ടിയിട്ട് അതൊന്ന് പതുക്കെ ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ മാത്രം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. വെച്ച പാടെ നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ അതിങ്ങനെ കട്ട പിടിച്ച് നിൽക്കും. ചോക്ലേറ്റ് ഇത് മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരുവിധം മെൽറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തരികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഈ സമയം ഒരുവിധമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ചിട്ടോളാം കേട്ടോ. തീ എപ്പോഴും ഫുള്ളിൽ വെക്കേണ്ട, ആ വിധം നന്നായി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്ക് ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രിഡ്ജിലിരിക്കുന്ന ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നേക്കാൾ ഒരു 2-3 മിനിറ്റ് 5 മിനിറ്റൊക്കെ മുന്നൊന്ന് പുറത്തേക്ക് വെച്ചോളൂ കേട്ടോ. അയ്യോ ഇട്ട് കിട്ടുന്നില്ല. ബട്ടർ പെട്ടെന്ന് ആയിക്കോളും.
ബട്ടറും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായി ആ കട്ടകളൊക്കെ ഉടയുന്ന കേട്ടോ. നമ്മളിത് ഫസ്റ്റ് വെച്ച വഴിക്ക് കയ്യിലിട്ടിട്ട് ഇത് സ്പാക്സിൽ വെച്ച് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ കട്ട പിടിച്ച മാതിരി നിൽക്കും. അപ്പം നമ്മളത് ഫ്ലോപ്പായി എന്ന് വിചാരിക്കരുത്. തീ നന്നായി കുറയ്ക്കുക. സംഭവം മറ്റേ അടിയിൽ വെച്ചിരിക്കുന്ന വെള്ളം ഒന്ന് ബോയിലാവാൻ വേണ്ടിയിട്ടാണ് തീ ഫുള്ളിൽ വെച്ചത്. പാത്രം വെച്ച് കഴിഞ്ഞാൽ തീ നന്നായി കുറയ്ക്കുക. അല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് ഇങ്ങനെ ആകെ കട്ട കെട്ടിയ മാതിരി നിൽക്കും. അപ്പം അത് തെറ്റിപ്പോയെന്ന് വിചാരിക്കരുത്. പിന്നെ ഈ പാത്രം എടുക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ചില്ല് പാത്രമൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാം. പക്ഷേ എൻ്റെ 2 ചില്ല് പാത്രം അങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചില്ല് പാത്രം എടുക്കുമ്പോൾ നോക്കി എടുക്കുക. ഇത്തിരി ഓവനിലൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ ചില്ല് പാത്രങ്ങൾ ഉണ്ടാവില്ലേ, അപ്പം അങ്ങനത്തെയൊക്കെ നോക്കിയെടുക്കുക. അതാ ഞാൻ പാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. നമ്മുടെ ചെയ്യുന്നതിൻ്റെ രീതി മനസ്സിലായില്ലോ. അപ്പം അതിന് പറ്റുന്ന പോലെയുള്ള പാത്രങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അവരിങ്ങനെ ചില്ലിൻ്റെ ബൗളിലൊക്കെ ചെയ്യണ കണ്ടിട്ട് തുടക്കത്തിൽ അത് ഇതിന് വേണ്ടി ബ്രൗണിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, നമുക്ക് കേക്കിന് വേണ്ടിയിട്ട് തന്നെ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചില്ല് പാത്രം എടുത്ത് അങ്ങനെ 2 പാത്രം ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് കാരണം ചില്ല് പാത്രം എടുക്കൽ ഞാൻ നിർത്തി. അപ്പോൾ അതുകൊണ്ടാണ്. എന്നാൽ നല്ല കട്ടിയുള്ള ചില്ല് പാത്രമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കും ചെയ്യാം കേട്ടോ. അതായത് ആയി വരുന്നുണ്ട്. അതുപോലെ ബട്ടർ ഇട്ട വഴിക്ക് ആ ബട്ടർ അതിലൊന്ന് മെൽറ്റ് ആവുമ്പോൾ നമ്മൾ വിചാരിക്കും കേടായി വിചാരിക്കും. അത് ആ ബട്ടറിൻ്റെ സ്ട്രക്ചർ അതും കൂടി വരുമ്പോൾ ആ സ്ട്രക്ചർ ഒന്ന് മാറും. അത് നന്നായി ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തീനി ഓഫാക്കാൻ പോവാണ്. അത്യാവശ്യം ഒരുവിധം നന്നായിട്ട് കട്ടകൾ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ലിക്വിഡായിട്ട് ഇങ്ങനെ വരും. ഒരുവിധം നന്നായി ഉടഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മതി. നമുക്കിനി തീ ഓഫാക്കാം കേട്ടോ. ഇനി നമ്മൾ പൊടികളരിക്കലൊക്കെ നേരിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ ആ ഒരു സിറപ്പ് ഉണ്ടാക്കിയില്ലേ, അതിലേക്ക് നേരിട്ട് നമ്മൾ പൊടികൾ അരിക്കണേ. അപ്പോൾ അതൊക്കെ ചെയ്യണേറ്റ് മുന്നേ നമ്മൾ മറ്റേ കേക്ക് ഉണ്ടാക്കുന്ന പാത്രമൊക്കെ പിന്നെയല്ലേ വെക്കുക. പക്ഷെ ഇപ്പം നമ്മൾ ഫസ്റ്റ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായിട്ട് പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ സാധാരണ കേക്ക് ഉണ്ടാക്കണ അതേ പാത്രം തന്നെയാണ് എടുക്കണേ. അത് നമുക്കൊരു റിങ് ഇട്ടിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. സാധാരണ വെക്കുന്നത് പോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കുക കേട്ടോ. പാത്രം അവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ഈ സിറപ്പാണ്. സിറപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഇത്തിരി സിറപ്പ് തന്നെ പറയാം. ഇനി നമ്മൾ ഇതിലേക്ക് നേരിട്ടിട്ടാണ് പൊടികൾ അരിച്ചിടുന്നത്. എന്നിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേഗം തന്നെ ഗ്യാസിൽ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി പൊടികളുടെ അളവ് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാറ്റർ ശരിയാക്കാം. അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. അളവ് ഞാൻ ചേർക്കുമ്പോൾ വ്യക്തമായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഈ 2 കപ്പിലുള്ളത് പൗഡർ ഷുഗറാണ്, പൊടിച്ച പഞ്ചസാര കേട്ടോ. പിന്നെ ഇത് മൈദ, പിന്നെ നമുക്ക് ആവശ്യത്തിന് പാല്, പിന്നെ ബേക്കിംഗ് പൗഡർ, വാനില എസൻസ്, പിന്നെ കൊക്കോ പൗഡർ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇത് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ഇത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരിട്ട് അരിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്ന് അരിക്കാൻ എടുക്കുമ്പോൾ ഞാൻ അളവ് വ്യക്തമായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മൈദ 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് കുത്തി നിറയ്ക്കാണ്ട് സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ വടിച്ചെടുക്കുക. ഇനി ഇത് ഗ്രാമിൽ പറയുകയാണെങ്കിൽ 130 ഗ്രാം മൈദ കേട്ടോ. ഗ്രാം ആവശ്യം പറയണമെന്ന് പറയാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. 130 ഗ്രാം മൈദ 250 ml കപ്പിൽ 1 കപ്പ്. കപ്പിൻ്റെയും കൂടി അളവ് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ഞാൻ ഗ്രാമും കപ്പും കൂടി വ്യത്യാസമായിട്ട് പറയുകയാണ്. അപ്പം അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പൊടിച്ച പഞ്ചസാര, അത് 3/4 കപ്പാണ് വേണ്ടത്. പൊടിച്ച പഞ്ചസാര 3/4 കപ്പ്. നമ്മുടെ 250 ml കപ്പിൻ്റെ ആ ഒരു സെറ്റില്ലേ, അതിലത്തെ തന്നെ 1/2 കപ്പും 1/4 കപ്പും കേട്ടോ. ഗ്രാമിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 100 ഗ്രാം പൊടിച്ച പഞ്ചസാര, ഗ്രാം 100 ഗ്രാം, കപ്പ് പറയുകയാണെങ്കിൽ 1/2 1/4, അങ്ങനെ 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര കേട്ടോ. അത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി
കൊക്കോ പൗഡർ. കൊക്കോ പൗഡർ ഇങ്ങനെ ഞാൻ വാങ്ങിച്ച് ടിന്നിലിട്ട് വെക്കുന്നതാണ്. കൊക്കോ പൗഡർ നമുക്ക് ടേബിൾ സ്പൂണിലാണ് എടുക്കേണ്ടത്, ടീസ്പൂൺ അല്ല കേട്ടോ. ഈ ടീസ്പൂണും ടേബിൾ സ്പൂണും തെറ്റരുത്. ഇതാണ് ടീസ്പൂണ്, ഇത് ടേബിൾ സ്പൂൺ. ഇവിടെ എഴുതിയിട്ടുണ്ടാവും, നമ്മൾ വാങ്ങിക്കുന്ന അളവ് സ്പൂണിന് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ടേബിൾ സ്പൂണിന് TBSP എന്ന് എഴുതിയിട്ടുണ്ടാവും, ടേബിൾ സ്പൂൺ കേട്ടോ. അതിൽ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. അത് കുത്തി നിറയ്ക്കേണ്ട, നമുക്ക് വടിച്ചെടുത്താൽ മതി. 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഡാർക്ക് കൊക്കോയോ ലൈറ്റ് കൊക്കോയോ ഏതായാലും കുഴപ്പമില്ല. അതിനനുസരിച്ച് നമ്മുടെ ബ്രൗണിയുടെ കളറും കുറച്ച് ഡാർക്കായിട്ടിരിക്കും, അത്രയേ വ്യത്യാസമുള്ളൂ. വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല കേട്ടോ. 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ ഇതിപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ളൂ. നമുക്ക് 1/2 ടീസ്പൂൺ മതി. ടീസ്പൂണാണ് 1/2 കേട്ടോ. നമ്മളെപ്പോഴും മറ്റേ കേക്കിലേക്ക് 1 kg ഒക്കെ എടുക്കുമ്പോൾ 1 ടീസ്പൂണാണ് എപ്പോഴും പറഞ്ഞ് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. ഇത് 1/2ആണ്, തെറ്റരുത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അത് നമുക്കൊന്ന് ലെവലാക്കിയിട്ട് എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. നമ്മൾ ബട്ടർ ഇട്ടപ്പോൾ അത് സോൾട്ടഡ് ബട്ടർ ആണല്ലോ ഇട്ടിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി ഒരു ഉപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നമുക്കിത് ബട്ടർ അൺസോൾട്ടഡ് ആണെങ്കിൽ ഒരു നുള്ളുപ്പ് ഈ നേരത്തെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇതിലേക്ക് അരിച്ച് ചേർക്കാം. ഒരു തവണ തന്നെ അരിച്ചാൽ മതി. അത് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്യുക, എന്നിട്ടൊന്ന് പതുക്കെ അരിച്ചെടുക്കുക. അപ്പം നമ്മുടെ ഈ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇല്ലേ, അത് ഒരുവിധം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. നല്ലോണം ചൂടാറിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാൽ നമ്മുടെ വിരലൊക്കെ ഒന്ന് മുക്കാൻ പാകത്തിന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിച്ച് ഇതിലിട്ടിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എല്ലാം കൂടി സ്പാച്ചിൽ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആകെ ഒരു തിക്നെസ് ഒക്കെ തോന്നും. അത് പതുക്കെ മിക്സ് ചെയ്യാം. നമ്മളിതിലേക്ക് പാല് ചേർക്കണമെന്ന് പറഞ്ഞല്ലോ. പാല് 1/2 കപ്പാണ് പാല് ചേർക്കണേ. അതിന് മുന്നേ നമുക്കിതൊന്ന് എല്ലാം കൂടി ഒന്ന് ജോയിൻ്റ് ആക്കിയതിന് ശേഷം പാല് ചേർക്കാം കേട്ടോ. കുറച്ചേശ്ശായിട്ട് എൻ്റെ പറയല് ഇത്തിരീശ പാല് ചേർക്കുക, എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യട്ടോ. ഞാനിത് ബ്രൗണി ആദ്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ അത് കണ്ടിട്ടൊക്കെ ഉണ്ട്, കഴിച്ചു നോക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും ചെയ്തു നോക്കാൻ എനിക്ക് മടിയായിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഏതായാലും നമ്മളിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഓരോരുത്തർ ആവശ്യപ്പെടുമ്പോൾ ചെയ്യാനൊരു കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ പിള്ളേരെ എന്നോട് പറയേ, അങ്ങനെയെങ്കിൽ അമ്മ ഇതൊന്ന് ചെയ്യട്ടെ. അപ്പം എൻ്റെ ഇവിടെ വീഡിയോയുടെ പിന്നിൽ അവർ നിൽക്കുന്നുണ്ട്. അവരിത് നോക്കിയിട്ട് നിൽക്കുന്നത് എങ്ങനെയാവുമെന്ന്. എന്തായാലും ചീത്തയായാലും നല്ലതായാലും ഇവരെന്നെ കഴിച്ചോളൂ. അപ്പം ഞാൻ ഇത് ഇളക്കാം കേട്ടോ. ഞാൻ ഇളക്കണതിൻ്റെ ഇടയിൽ സാവിയ വന്നപ്പോൾ എനിക്കത് ഓർമ്മ വന്നപ്പോൾ ഒന്ന് പറഞ്ഞതാണ്. അവർ വന്നിട്ട് ഓരോ കമൻറ്റ് പറഞ്ഞ് പോവാണ്. ഇതിപ്പോൾ നോക്കിയേ, നമ്മൾ പാല് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ, നല്ല തിക്കായിട്ടിരിക്കണേ. അപ്പോൾ നമ്മൾ ആദ്യം വീണ്ടും കുറച്ചേശ്ശെ ഒഴിക്കുക. കട്ട പിടിക്കുമ്പോൾ ടെൻഷനൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ടെൻഷൻ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യണത് തന്നെ വീഡിയോ എടുക്കുകയാണ്. എന്ത് തന്നെ വന്നാലും ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കണത്. പിന്നെ ഇവിടെ ആർക്കും ബ്രൗണി മുന്നിൽ കഴിച്ച് ശീലമില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതാണ് ബ്രൗണി എന്നും പറഞ്ഞ് കൊടുക്കാല്ലേ. ഞാൻ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് തന്നെ പറയാം കേട്ടോ. എങ്ങനെയുണ്ട്, രസമുണ്ടോ എന്നൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുക, ഓരോന്ന് ചെയ്തിട്ട്. ഇനി നമുക്ക് പാല് മുഴുവനായിട്ട് ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇപ്പോൾ കട്ടകളൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ബാറ്റർ ഇരിക്കുന്നത് കേട്ടോ. കട്ടി കണ്ടോ? ഒരുവിധം കട്ടകളൊക്കെ നന്നായി ഉടച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്. വാനില എസൻസ് 1 ടീസ്പൂൺ ഇപ്പോഴാണ് നമ്മൾ ആഡ് ചെയ്യണത് കേട്ടോ.
അതും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കുക. നമുക്ക് ഇളക്കുമ്പോൾ ഒരിത്തിരി ടൈറ്റൊക്കെ തോന്നും, അത് സാരമില്ല. ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒഴിക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഇത് ബേക്ക് ആവാനായിട്ട് നമ്മുടെ ക്രീം കേക്കിൻ്റെ സ്പഞ്ചിനേക്കാളും കുറച്ചും കൂടി സമയം കൂടുതലെടുക്കും. ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കാം. എല്ലായിടത്തേക്കും ഒന്ന് ഈക്വലായിട്ട് ലെവലാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ പ്രത്യേകിച്ച് ഒന്നും ഡെക്കറേഷനായിട്ട് ഇടുന്നില്ല. നമുക്ക് ബേക്ക് ആയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഇടാം. അപ്പോൾ നമുക്കിനി ഇത് ഗ്യാസിൽ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയായാലും ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ തന്നെ ആവുള്ളൂ. 35-40 മിനിറ്റൊക്കെ ഇഷ്ടം പോലെ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. സമയം നോക്കിയിട്ട് ഞാൻ കൃത്യസമയം പറയാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് വെക്കുമ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ടുള്ളത് ഇത്തിരി ടൈറ്റ് കൂടിയോന്നൊരു ചെറിയ സംശയമുണ്ട്. എന്തായാലും വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ട് പാല് കുറച്ചുകൂടി ചേർക്കണോ വേണ്ടതെന്ന് ഞാൻ പറയാം കേട്ടോ. 40-45 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് തുറന്ന് ഒരു വട്ടം ഞാൻ നോക്കി, അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ടാവണം. അപ്പോൾ നമുക്കൊന്നുകൂടി തുറന്ന് നോക്കാം കേട്ടോ. 45 മിനിറ്റോളം ആയിട്ടുണ്ട്. തുറക്കാം. ഈ ക്ലിപ്പിടൽ എന്നോട് ചിലർ ചോദിച്ചു. അപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ മൂടിക്ക് കറക്റ്റ് സീറ്റിങ്ങിൽ ഇരിക്കുന്ന മൂടിയാണെന്നുണ്ടെങ്കിൽ ക്ലിപ്പ് വേണമെന്നില്ല. ഇതിപ്പോൾ ചെറിയൊരു എൻ്റെ കയ്യിൽ നിന്നൊന്ന് വീണു താഴ്ത്ത്. അപ്പോൾ അതിന് ചെറിയൊരു കോട്ടം പറ്റിയിട്ടുണ്ട്. ഞാൻ ആദ്യം ക്ലിപ്പ് ഇടാറുണ്ട്, പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നിയിട്ട് ഞാൻ ഇടാറില്ല. ഇപ്പം ആദ്യം ഞാൻ ക്ലിപ്പ് ഇട്ട് തുടങ്ങി. അപ്പം അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ക്ലിപ്പ് ഇടണോ എന്നിങ്ങനെ എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞതാണ്. അപ്പം നമ്മുടെ ബ്രൗണി റെഡി ആയിട്ടുണ്ട്. കുത്തി നോക്കാം. കറക്റ്റായി വന്നിട്ടുണ്ട്. അതെ, തീ ഞാൻ ഓഫാക്കിയിട്ടാ. കുത്തുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് മാത്രമേ നമ്മൾ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഒരു ഇളം കുറച്ച് ചൂടാറി കഴിയുമ്പോഴേക്കും തിരക്കായിട്ടൊന്നും അത് എടുക്കണ്ട. നന്നായിട്ട് ചൂടാറണം കേട്ടോ. നീ കഴിച്ചു നോക്കിയിട്ട് കറക്റ്റ് അഭിപ്രായം പറയാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ചൂടാറിയിട്ട് തന്നെ ഇതെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സൈഡിൽ നിന്ന് ഇങ്ങനെ വിടിയിപ്പിക്കുമ്പോൾ പൊടിയും. ഇപ്പം ഇത് പൊടിയോ ഇല്ലെന്നോ നോക്കാം. ഇതിപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട്. നമ്മൾ അടിയിൽ മാത്രമേ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. സൈഡിലൊന്നിങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് പാത്രത്തിലേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. ഇതിങ്ങനെ നമുക്ക് കഴിക്കാം. ഇത് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂടാനും ഭംഗി കൂടാനൊക്കെ ഇതിൻ്റെ മേലെ ഞാനൊരു മിൽക്ക് കോമ്പൗണ്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ നല്ലതാണ്. ഇനി അത് വേണ്ട, ചോക്ലേറ്റിൻ്റെ അത് ഫ്ലേവർ വേണ്ടാന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിങ്ങനെ തന്നെ കഴിക്കാം. നന്നായിട്ട് ചൂടാറിയിട്ട് കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊന്ന് ഫോർക്ക് കൊണ്ടൊക്കെ ഒന്ന് കുത്തി കൊടുത്തിട്ട് ഈ മിൽക്ക് കോമ്പൗണ്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. മിൽക്ക് കോമ്പൗണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് മെൽറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കിനി അത് നോക്കാം. നേരത്തെ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചതുപോലെ ഞാൻ വെച്ചിരിക്കുന്നത് 100 ഗ്രാം മിൽക്ക് കോമ്പൗണ്ട് കേട്ടോ. 250 ml കപ്പിൽ ഞാൻ നന്നായി നിറച്ചിട്ടില്ല, കുറച്ച് കുറവാണ്. ഇനി ഇത് നമുക്ക് 3 ടേബിൾ സ്പൂണാണ് ഞാൻ മിൽക്ക് ഒഴിക്കുന്നത്. അത് നമുക്കത് മെൽറ്റായി വരുമ്പോൾ നമുക്ക് കണ്ടാലറിയാം. വളരെ കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ഇത്തിരി കൂടി പാല് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് നോക്കാം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇട്ട വഴിക്ക് ഇളക്കരുത്. ഒരു 2 മിനിറ്റ് അത് ആ ചൂടിലൊന്ന് ഇരിക്കട്ടെ. അത് കഴിയുമ്പോൾ പതുക്കെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം.
2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടേ നമുക്കൊന്ന് നോക്കിയിട്ട് 3ാമത്തെ ടേബിൾ സ്പൂൺ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ. വളരെ ലൂസായി പോയി കഴിഞ്ഞാൽ അത് വല്ലാതെ ഒഴുകിപ്പോകും. നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഒഴുകി പോകണ്ട. തീ നന്നായി കുറച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിലൊന്ന് സെറ്റ് ആവണം ഇളകിയിട്ട്. നമ്മളെടുത്ത ആ ചോക്ലേറ്റിന് 2 ടേബിൾ സ്പൂൺ പാല് കറക്റ്റാണ്. അതെ, ഇത്രയ്ക്ക് ലൂസ് മതി കേട്ടോ. ഇനിയും ലൂസാക്കി കഴിഞ്ഞാൽ അത് വല്ലാതെ ഒഴുകിപ്പോകും. നമുക്ക് ആ മുകൾ ഭാഗത്ത് മാത്രം ഒരു കോട്ടിങ് വരാനാണ്. ഇത്ര ലൂസ് പാകമാണ്. ഒരുവിധമൊക്കെ കട്ട ഉടയുക കേട്ടോ. നമ്മൾ അരിക്കണമൊന്നുമില്ല. നമുക്ക് തീ ഓഫാക്കാം. ഇതൊന്ന് ചൂടാറട്ടെ കേട്ടോ. ഇനി നമുക്കിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ചോക്ലേറ്റിൻ്റെ ഈ സിറപ്പില്ലേ, ഇതിപ്പോൾ അത്യാവശ്യം നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇത് കുറച്ച് കട്ടിക്ക് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഈ മുകൾ ഭാഗം മാത്രം ഒന്നൊരു കോട്ടിങ് കൊടുക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഇപ്പോൾ കുറച്ച് മുകൾ ഭാഗം ഹാർഡായിട്ടിരിക്കുന്നത്, എന്നാൽ ഉള്ളിൽ കുറച്ച് സോഫ്റ്റാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പറഞ്ഞില്ലേ, ഞാനും ആദ്യമായിട്ടാണ് ബ്രൗണി ഉണ്ടാക്കണേ. മുറിച്ച് കഴിഞ്ഞാൽ തന്നെയാണ് എനിക്കും അറിയുള്ളൂ അതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഫോർക്ക് കൊണ്ട് ചെറുതായിട്ടൊന്ന് ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് ഈ ചോക്ലേറ്റിൻ്റെ ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ. നമ്മളിതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ കുറച്ച് ഹോൾസ് ഇട്ടുണ്ട് കേട്ടോ. ഇത് മിൽക്ക് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ചോക്ലേറ്റിൻ്റെ ഈ സിറപ്പ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് എല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. എന്തെങ്കിലും കഴിച്ച് നോക്കിയിട്ട് നമുക്ക് പറയാം. ഇതൊന്നും എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യും. നമ്മൾ ഫുള്ളായി കവർ ചെയ്യണില്ല, മുകൾ ഭാഗം മാത്രമേ ഒന്ന് കവർ ആക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഒരു ഭംഗിക്കാണ്. ഇതൊക്കെ തീർത്തും ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഡെക്കറേഷൻ, ഇതിന് ഇത്രയ്ക്ക് ഡെക്കറേഷനൊക്കെ ആവശ്യമുള്ളൂ. ഇതൊന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനത് വീഡിയോയിലൊക്കെ കാണിക്കുന്നതിൽ വെച്ചിട്ട് ഒരു ഭംഗിക്ക് കിട്ടുമെന്ന് മാത്രം. അപ്പോൾ ഞാനതൊരു പീസൊന്ന് കഴിച്ചു നോക്കാൻ പോവാണ്. രാവിലെ കുട്ടികൾക്ക് കൊടുത്തിട്ട് അവരുടെ അഭിപ്രായം ചോദിക്കാം കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് ബ്രൗണി കഴിക്കാൻ പോണത് കേട്ടോ. ഇതിൻ്റെ സൈഡൊക്കെ ഇത്തിരി ഹാർഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഉൾഭാഗം ഇത് തന്നെയാണോ കറക്റ്റ് ടേസ്റ്റ് എന്ന് എനിക്കറിയാത്തത് കൊണ്ട് ഇത് എനിക്ക് രസമുണ്ടെന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. ഇതിലും സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കുമെന്ന് അറിയില്ല. ഇപ്പം നമ്മളിതിൽ മുട്ട ചേർത്തിട്ടില്ലല്ലോ. മുട്ട ചേർത്തിട്ടുള്ളതിന് എന്തായാലും സ്ട്രക്ചർ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെനിക്ക് നല്ല നല്ല രസം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, സൈഡും മുകൾ ഭാഗവും ഒരിത്തിരി ക്രിസ്പിനെസ് ഉണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. ഞാൻ കയ്പരസമൊക്കെ വരുമോ എന്നൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇത് നമുക്ക് മുട്ട കൊണ്ട് ഒരു വട്ടം ചെയ്ത് നോക്കണം. എന്തായാലും ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ മുട്ട ഉപയോഗിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവുമല്ലോ. ഇതിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓവനും വേണ്ട, ബീറ്ററും വേണ്ട, മുട്ടയും വേണ്ട. മുട്ട ഇഷ്ടമില്ലാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി അവരൊക്കെ എന്താ അഭിപ്രായം പറയണേന്ന് നോക്കട്ടെ. എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടമായി എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഈ മിൽക്ക് കോമ്പൗണ്ട് ഇതിൻ്റെ മേലെ ഒഴിച്ചതും അതും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് കുറച്ചും കൂടി നന്നായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മളിത് വളരെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മൾ വലിയ ബീറ്ററോ അതുപോലെ ഓവനൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്തത്. പിന്നെ ഇതിൽ എഗ്ഗ് ചേർത്തിട്ടില്ല. ബ്രൗണി ചെയ്യുന്ന പല മെത്തേഡുകളുണ്ട്.
അപ്പം അതിൽ ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡ് നോക്കിയിട്ട് ഞാൻ സെലക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. കഴിക്കാൻ രസമുണ്ട്, ടേസ്റ്റൊക്കെ ഉണ്ട്. ഇനി നല്ല ടേസ്റ്റ് എന്ന് പറയാൻ നമ്മൾ വേറെ മെത്തേഡിൽ ഒരെണ്ണം ഉണ്ടാക്കി നോക്കി ഇതും കൂടി കമ്പയർ ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മുകൾ ഭാഗത്തെ ആ ഹാർഡ്നെസ് നമ്മൾ ബാറ്റർ ഉണ്ടാക്കി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് തിക്നെസ്സാണ്. അപ്പോൾ നമ്മൾ 1/2 കപ്പ് പാലാണ് എടുത്തത്. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്താൽ നല്ലതാണ് എന്നെനിക്ക് ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ ആ ബാറ്റർ ഒരു ഇത്തിരിയും കൂടി ലൂസാവും, അതിൻ്റെ ഒരു മാറ്റം ഇതിലുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പോൾ ടേസ്റ്റ് വൈസ് ഒക്കെ നന്നായിട്ടുണ്ട്. ആ മുകൾ ഭാഗത്തെ ആ ഹാർഡ്നെസ് കുറച്ച് കുറയാൻ അത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്കിനി എഗ്ഗൊക്കെ വെച്ചിട്ട് മറ്റൊരു ദിവസം, അടുത്ത് തന്നെയെന്ന് ഞാൻ പറയണില്ല, മറ്റൊരു ദിവസം ബ്രൗണി വേറെ മോഡലിലൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പം എനിക്കിത് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീണ്ടും ഉണ്ടാക്കി നോക്കാൻ എനിക്കും ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ ഇനി എപ്പോൾ ബ്രൗണി ട്രൈ ചെയ്താലും നിങ്ങളുടെ കൂടെ തന്നെയായിരിക്കും. ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയിട്ടല്ല ഞാൻ നിങ്ങൾക്കിപ്പോൾ ഇത് കാണിച്ചത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കണത്, ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നതും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പല കടകളിൽ പല ബേക്കറിയിൽ നിന്നൊക്കെ പല ബ്രൗണികൾ കഴിച്ചിട്ടുള്ളവരുണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾക്കത് കഴിച്ചിട്ടുള്ളവർക്ക് ടേസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് അതിൻ്റെ ഒരു ഡിഫോൾട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ഇത് രസമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ പറയുക, എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ എനിക്ക് നന്നാക്കണം, അതുപോലെ നിങ്ങൾക്ക് അറിയണം, അങ്ങനെ എന്താണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. അവർ സ്കൂളിലേക്ക് പോകാനുള്ള ഡ്രസ്സിലാട്ടോ ഒരാൾ പരീക്ഷ തുടങ്ങിയിട്ടുണ്ട്, ഒരാൾക്ക് ഉച്ചയ്ക്കാണ്. അപ്പോൾ ഈ ഒരു ക്ലിപ്പും കൂടി ഒന്ന് എടുക്കാൻ വെച്ചിട്ടാ. ഇവർ ഇന്നലെ രാത്രി ഉറങ്ങി, ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കഴിയാറായി തുടങ്ങി. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ, പറയടാ. കേക്കാണോ ഇഷ്ടമായത്? ചോക്ലേറ്റ് കേക്കാണോ നല്ലത്, ബ്രൗണി ആണോ നല്ലത്? അതിൽ രണ്ട് ടേസ്റ്റാ അല്ലേ? ഇതെങ്ങനെയാ നിങ്ങൾക്ക് എന്ത് തോന്നണ കഴിക്കുമ്പോ? എന്തായാലും സാധനം കഴിയാറായി. സോഫ്റ്റ് ഉണ്ടാ? സോഫ്റ്റ് കുറവാണ്, ടേസ്റ്റ് ഉണ്ട് അല്ലേ? സോഫ്റ്റ് കുറവാണ്, ടേസ്റ്റ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അത് ഞാൻ പറഞ്ഞ പോലെ ഇത് എഗ്ലെസ് ആയതുകൊണ്ടായിരിക്കും അതിൻ്റെ ഒരു സ്പഞ്ചിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇത് ഇത്തിരി കട്ടിയിൽ തന്നെയാണ് ഇരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ. എന്തായാലും അവർക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഒരു ഹായ് പറഞ്ഞടാ എല്ലാവരോടും. കഴിക്കണ എൻ്റെ കോൺസെൻട്രേഷനിലാണ് അവർ.